ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വളരെ രസകരമായൊരു കഥയിലൂടെ ഇംഗ്ലീഷ് ടെൻസുകൾ പഠിക്കാൻ പോവാണ്. ഇംഗ്ലീഷിലെ 12 ടെൻസുകളും നമ്മൾ ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രാജുവിൻ്റെ മകൻ അപ്പു, രാജുവിൻ്റെ അച്ഛനായിട്ടുള്ള ശശി. ഇവർ 3 പേരുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. രാജു മേക്സ് കേക്ക് എവറി ഡേ. രാജു എല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കാറുണ്ട്. രാജു കേക്ക് മേക്കിംഗ് ആണ് രാജുവിൻ്റെ ജോലി, കേക്ക് ഉണ്ടാക്കലാണ്. രാജു എല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതിന്റെ ടെൻസ് എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിന് ശേഷം വിശദീകരിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കഥ പറഞ്ഞു പോവാം. നൗ ഹീസ് മേക്കിംഗ് എ റെഡ് കേക്ക്. ഇപ്പോൾ അയാൾ ഒരു റെഡ് കേക്ക്, ചുവന്ന കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നൗ ഹീസ് മേക്കിംഗ് എ റെഡ് കേക്ക്. ഇപ്പോൾ അയാൾ ഒരു ചുവന്ന കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് മെയ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് കേക്ക്സ്. അയാൾ എല്ലാ തരം കേക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. He has made all kinds of cakes. അയാൾ എല്ലാ തരം കേക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. He has been making cakes for 10 years. 10 വർഷത്തോളമായിട്ട് അയാൾ 10 വർഷത്തോളമായി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. He has been making cakes for 10 years. അയാൾ 10 വർഷത്തോളമായി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. രാജു മെയ്ഡ് എ ബ്രൗൺ കേക്ക് യെസ്റ്റർഡേ. ഇന്നലെ അയാൾ ഒരു ബ്രൗൺ കേക്ക് ഉണ്ടാക്കി. രാജു മെയ്ഡ് എ ബ്രൗൺ കേക്ക് യെസ്റ്റർഡേ. ഇന്നലെ അയാൾ ഒരു ബ്രൗൺ കേക്ക് ഉണ്ടാക്കി. അപ്പു വാസ് മേക്കിംഗ് എ വൈറ്റ് കേക്ക് ദെൻ. അപ്പു അപ്പോൾ ഒരു വൈറ്റ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ മകനാണ് അപ്പു. അപ്പു വാസ് മേക്കിംഗ് എ വൈറ്റ് കേക്ക് ദെൻ. അപ്പു അപ്പോൾ ഒരു വെള്ള കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശശി ഓൾസോ ഹാഡ് മെയ്ഡ് എ ലോട്ട് ഓഫ് കേക്ക്സ്. ശശിയും ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളുടെ അച്ഛനാണ് ശശി, രാജുവിന്റെ. ശശി ഓൾസോ ഹാഡ് മെയ്ഡ് എ ലോട്ട് ഓഫ് കേക്ക്സ്. ശശിയും ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശശി ഹാഡ് ബീൻ മേക്കിംഗ് കേക്ക്സ് ഫോർ 10 years. ശശി 10 വർഷത്തോളമായി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ശശി ഹാഡ് ബീൻ മേക്കിംഗ് കേക്ക്സ് ഫോർ 10 years. ശശി 10 വർഷത്തോളമായി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. രാജു വിൽ സ്റ്റാർട്ട് എ കേക്ക് ഷോപ്പ് നെക്സ്റ്റ് മന്ത്. രാജു അടുത്ത മാസം ഒരു കേക്കിന്റെ ഷോപ്പ് തുടങ്ങും. രാജു വിൽ സ്റ്റാർട്ട് എ കേക്ക് ഷോപ്പ് നെക്സ്റ്റ് മന്ത്. രാജു അടുത്ത മാസം ഒരു കേക്കിന്റെ ഷോപ്പ് തുടങ്ങും. He will be making a lot of cakes during next Christmas. അയാള് അടുത്ത ക്രിസ്മസ് സമയത്ത് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഷോപ്പൊക്കെ തുടങ്ങിയല്ലേ. He will be making a lot of cakes during next Christmas. അയാൾ അടുത്ത ക്രിസ്മസ് സമയത്ത് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. He will have completed 10 years in cake making by December. അയാള് ഡിസംബർ ആകുമ്പോഴേക്കും ഈ കേക്ക് മേക്കിങ്ങിൽ 10 വർഷം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. He will have completed 10 years by December. 10 ഡിസംബർ ആകുമ്പോഴേക്കും അയാൾ 10 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പു will have been making cakes for many years like his father. അപ്പുവും ആളുടെ അച്ഛനെ പോലെ ഒരുപാട് വർഷം കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാകും. അപ്പുവും ഒരുപാട് വർഷം അച്ഛനെ പോലെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാകും. രാജു മേക്സ് കേക്ക് എവറി ഡേ. രാജു എന്നും കേക്ക് ഉണ്ടാക്കാറുണ്ട്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. രാജു മേക്സ് കേക്ക് എവറി ഡേ. രാജു എല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കാറുണ്ട്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇപ്പൊ ഈ എവറി ഡേ അതുപോലെയുള്ള റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വേർബാണ് ഉപയോഗിക്കേണ്ടത്. മേക്സ് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. നൗ രാജു ഈസ് മേക്കിംഗ് എ റെഡ് കേക്ക്. ഇപ്പൊ രാജു ഒരു
ചുവന്ന് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്നാ പറയാ. ഇപ്പൊ ചെയ്യുന്ന കാര്യം, ആ വ്യത്യാസം ശ്രദ്ധിക്കണം. എന്നും ചെയ്യുന്ന കാര്യത്തിന് വേർബായിട്ട് നമ്മൾ മേക്സ് എന്നാ വെച്ചത്. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ വേർബായിട്ട് ഈസ് മേക്കിംഗ് എന്നാ വെച്ചത്. മേക്സ് സിമ്പിൾ പ്രസന്റ് ആണ്, ഈസ് മേക്കിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യം എല്ലാ ദിവസവും ചെയ്യുക, എല്ലാ ആഴ്ചകളിലും അല്ലെ സൺഡേകളിൽ ചെയ്യുക, അങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മേക്സ് എന്നാ പറയാം, സിമ്പിൾ പ്രസന്റിലാണ് പറയാം. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ പറയാം ഈസ് മേക്കിംഗ്, ആ രീതിയിൽ പറയാം, പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയാം. രാജു ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് കേക്ക്സ്. ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. അപ്പം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയാം, ഹാസ് മെയ്ഡ്. രാജു ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അധികം സമയമായിട്ടില്ല, അവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയാം. രാജു ഹാസ് ബീൻ മേക്കിംഗ് കേക്ക്സ് ഫോർ 10 years. 10 വർഷത്തോളമായിട്ട് രാജു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് രാജു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർഷങ്ങളോളമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും ആ കാര്യം സ്റ്റോപ്പായിട്ടില്ല. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ ദാറ്റ് സ്കൂൾ ഫോർ 10 years പറയാം. അതിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോ സന്ദർഭങ്ങളിലും ഓരോ വേർബ് കറക്റ്റ് വേർബ് ഉപയോഗിച്ചാലാണ് അവിടെ അത് മീനിങ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ, സ്യൂട്ടബിൾ ആവുള്ളൂ. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നിടത്ത് അത് ഉപയോഗിക്കണം, മേക്സ്. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നിടത്ത് അതിപ്പോൾ നടക്കുന്നത് ഈസ് മേക്കിംഗ്. ഇനി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഹാസ് മെയ്ഡ്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വർഷങ്ങളോളമായിട്ട്, അത് വർഷം എന്നല്ല കേട്ടോ, മണിക്കൂറുകളോളമോ ആഴ്ചകളോളമോ മാസങ്ങളോളമോ വർഷങ്ങളോളമോ, അങ്ങനെ കുറേ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഹാസ് ബീൻ മേക്കിംഗ്. ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇനി അതിൻ്റെ അടുത്ത, ഇത് പ്രസൻ്റ് ആണ്. പ്രസൻറ്റിലെ 4 ടെൻസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഫോമുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തതായിട്ട് പാസ്റ്റ് ടെൻസ്. രാജു മെയ്ഡ് എ ബ്രൗൺ കേക്ക് യെസ്റ്റർഡേ. ഇന്നലെ രാജു ഒരു ബ്രൗൺ കേക്ക് ഉണ്ടാക്കി, ഇന്നലെ. അപ്പോൾ നമ്മളൊരു പാസ്റ്റ് ടൈം വെച്ചിട്ട് പറയുമ്പോൾ, ഒരു ടൈം വെച്ചിട്ട് പറയുമ്പോൾ, കഴിഞ്ഞൊരു സമയം വെച്ചിട്ട് പറയുമ്പോൾ മെയ്ഡെന്നേ പറയാൻ പാടുള്ളൂ. എന്നാൽ സമയമില്ലാതെ പറഞ്ഞപ്പോൾ നമ്മൾ മറ്റേ ഇതിലെന്താ പറഞ്ഞത്, സമയമില്ലാതെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്, ഹാസ് മെയ്ഡ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ടൈം പറഞ്ഞാ, രാജു ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് കേക്ക്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ടൈം പറഞ്ഞില്ല. ടൈം പറയാ, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഹാസ് മെയ്ഡ് വെക്കാൻ പാടില്ല, എന്താ വെക്കാൻ പാടുള്ളൂ, മെയ്ഡ് എന്ന് വെക്കാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗ്രാമറാണ് കേട്ടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമറാണ്. എന്ത്, യെസ്റ്റർഡേന്നോ അല്ലെ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ഒരു 2 മിനിറ്റ് മുമ്പ് തന്നാലും അതെ, 2 minutes ago എന്ന് പറഞ്ഞാൽ പോലും ഹാസ് മെയ്ഡ് വെക്കാൻ പാടില്ല. എന്ത് വെക്കണം, മെയ്ഡ് വെക്കണം. രാജു മെയ്ഡ് എ ബ്രൗൺ കേക്ക് യെസ്റ്റർഡേ. രാജു ഇന്നലെ ഒരു ബ്രൗൺ കേക്ക് ഉണ്ടാക്കി, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പു വാസ് മേക്കിംഗ് എ വൈറ്റ് കേക്ക് ദെൻ. അപ്പോൾ രാജു ബ്രൗൺ കേക്ക് ഉണ്ടാകുന്ന സമയത്ത് അപ്പു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വൈറ്റ് കേക്കാണ്, കണ്ടാ. അപ്പോൾ അവിടെ എന്തായി, പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. വാസ് മേക്കിംഗ്, അപ്പു വാസ് മേക്കിംഗ്, അപ്പു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എ വൈറ്റ് കേക്ക് ദെൻ. അപ്പു ഒരു വൈറ്റ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ്. ശശി ഓൾസോ ഹാഡ് മെയ്ഡ് എ ലോട്ട് ഓഫ് കേക്ക്സ്. ശശിയും ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എന്താ. ശശി ഓൾസോ ഹാഡ് മെയ്ഡ് എന്നാണ് അവിടെ വന്നത്, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അതിനർത്ഥം എന്താ, പാസ്റ്റ് പെർഫെക്റ്റ് ഒന്നും അതിനർത്ഥം എന്താ, ശശി ഇപ്പൊ കേക്ക് ഉണ്ടാക്കണില്ല, മുമ്പ് ഉണ്ടാക്കിയിരുന്ന ആളാ. അതുകൊണ്ടാണ് ഹാഡ് മെയ്ഡ് വന്നത്, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശശി ഓൾസോ ഹാഡ് മെയ്ഡ് എ ലോട്ട് ഓഫ് കേക്ക്സ്. ശശിയും ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഹാഡ് ഉണ്ടായിരുന്നു എന്നാണ്, ഹാഡ് മെയ്ഡ്, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് വേറൊരു ഗ്രാമർ കൂടിയുണ്ട്. ഹാഡ് മെയ്ഡ് വരേണ്ടത് 2 പാസ്റ്റ് ഒരുമിച്ച് വന്നാൽ, അതിലാദ്യം നടന്നത് ഈ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് പോയി, എത്തനാട്ടി മുമ്പേ ബസ് പോയി. അപ്പോൾ ഐ റീച്ച്ഡ് ബട്ട് ദ ബസ് ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച്. അവിടെ 2 വേർബ് ഉണ്ട്, റീച്ച്ഡും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ആദ്യം നടന്നത് ബസ് പോയി എന്നുള്ളതാണ്,
അപ്പോൾ ബസ് പോയി എന്നുള്ളത് എന്തിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് ലെഫ്റ്റ്. ഐ റീച്ച് ബട്ട് ദ ബസ് ഹാഡ് ലെഫ്റ്റ്. ഞാൻ എത്തി പക്ഷേ ബസ് പോയിട്ടുണ്ടായിരുന്നു. രണ്ട് വേർബ് ഒരുമിച്ച് നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്നതിനും പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ശശി ഹാഡ് ബീൻ മേക്കിംഗ് കേക്ക്സ് ഫോർ 10 years. ശശി 10 വർഷത്തോളമായിട്ട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനർത്ഥം എന്താ? നേരത്തെ പറഞ്ഞത് രാജു 10 വർഷത്തോളമായിട്ട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹാസ് ബീൻ മേക്കിംഗ് എന്നാ പറഞ്ഞത്. അതിനർത്ഥം എന്താ? സ്റ്റോപ്പ് ആയിട്ടില്ല, ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ശശിയോ ഇപ്പൊ ഉണ്ടാക്കണില്ല, ആളിപ്പോ ആ ജോലി ചെയ്യുന്നില്ല. അപ്പൊ ഹാഡ് ബീൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ സ്കൂളിൽ പഠിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. എനിക്കത് പറയാൻ പറ്റുമോ? എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് ഞാൻ സ്കൂളൊക്കെ ലെഫ്റ്റായി. അപ്പൊ എന്ത് പറയാം? ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. Our Prime Minister Narendra Modi has been ruling India for more than 5 years. എന്നാൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോഴോ? Our first Prime Minister ജവഹർലാൽ നെഹ്റു had been ruling India for many years, അല്ലേ? അപ്പോൾ പാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഹാഡ് ബീൻ മേക്കിംഗ്, ഹാഡ് ബീൻ റൂളിംഗ്. പിന്നെ ഇതോ ഇപ്പൊ നടക്കുന്നതോ? രാജു ഇപ്പൊ എപ്പോഴും കേക്ക് ഉണ്ടാക്കൽ നിർത്തിയിട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞേ? രാജു ഹാസ് ബീൻ മേക്കിംഗ്. എന്നാ ശശി ഇപ്പൊ കേക്ക് ഉണ്ടാക്കണില്ല. അപ്പൊ എന്താ പറഞ്ഞേ? ഹാഡ് ബീൻ മേക്കിംഗ്. ഓക്കെ, ഇതാണ് പാസ്റ്റ്. ഇടാം. രാജു വിൽ സ്റ്റാർട്ട് എ കേക്ക് ഷോപ്പ് നെക്സ്റ്റ് മന്ത്. രാജു വിൽ സ്റ്റാർട്ട് എ കേക്ക് ഷോപ്പ് നെക്സ്റ്റ് മന്ത്. രാജു അടുത്ത മാസം ഒരു കേക്കിന്റെ ഷോപ്പ് തുടങ്ങും. സിമ്പിൾ ഫ്യൂച്ചറാണ്. നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മന്ത് ഒക്കെ പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം. അടുത്ത മാസം രാജു ഒരു കേക്കിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും, തുടങ്ങും. ഹി വിൽ ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് കേക്ക്സ് ഡ്യൂറിങ് നെക്സ്റ്റ് ക്രിസ്മസ്. ഹി വിൽ ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് കേക്ക്സ് ഡ്യൂറിങ് നെക്സ്റ്റ് ക്രിസ്മസ്. അടുത്ത ക്രിസ്മസ് ആവുമ്പോൾ, അടുത്ത ക്രിസ്മസ് സമയത്ത് രാജു ഒരുപാട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാവും. നമ്മളെ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പറയാം. അപ്പോൾ അയാൾ ഇനി കേക്കിൻ്റെ ഷോപ്പൊക്കെ തുടങ്ങാൻ പോവുക. അപ്പോൾ അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേനും പിന്നെ അയാൾ എന്ത് ചെയ്യും? ഒരുപാട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാവും. ഹി വിൽ ബി മേക്കിംഗ്, കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാകും. നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാകും. അങ്ങനെ പറയാം. നമ്മൾ ചെന്നവൻ കളിക്കുകയാവും. ഇങ്ങനെ പറയാം. ഹി വിൽ ബി പ്ലേയിങ്. വെൻ വി റീച്ച് ദർ ഹി വിൽ ബി പ്ലേയിങ്. നമ്മളവിടെ എത്തുമ്പോൾ അവൻ കളിക്കുകയാവും. അവൻ ഏത് നേരം കളിക്കൽ തന്നെ പണി, അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിക്കുകയാവും. വെൻ വി റീച്ച് ദർ ഹി വിൽ ബി പ്ലേയിങ് ഫ്രീ ഫയർ. 10ാം ക്ലാസ് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോയ്സും ഗേൾസിലേക്ക് കുറേശ്ശൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഗേൾസ് അത്രയ്ക്കില്ല. ബോയ്സിന് ഫ്രീ ഫയർ കളിക്കുന്ന ബോയ്സിന് A+ ഒന്നും ചിന്തിക്കണ്ട കേട്ടാ. ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട കേട്ടാ. എന്ത് കളിയായാലും, ഫ്രീ ഫയർ ആയാലും പെസ് ആയാലും, ഗെയിം കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിന് അഡിക്റ്റ് ആയി. ഇപ്പോൾ ഗെയിമെന്ന് മാത്രമല്ല, ഫ്രീ ഫയർ, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ അതിൽ നിന്ന് മാന്തവും. അപ്പം അങ്ങനത്തെ കുട്ടികളുടെ ഒക്കെ സംബന്ധിച്ച് A+കളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ അപ്പോൾ ആദ്യത്തെ ഹി വിൽ സ്റ്റാർട്ട് എ കേക്ക് ഷോപ്പ് നെക്സ്റ്റ് മന്ത്. രണ്ടാമത്തെ ഹി വിൽ ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് കേക്ക്സ് ഡ്യൂറിങ് നെക്സ്റ്റ് ക്രിസ്മസ്. അടുത്ത ക്രിസ്മസിന് അയാൾ ഒരുപാട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാവും. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് 10 years ബൈ ഡിസംബർ. ഡിസംബർ ആകുമ്പോഴത്തേനും അയാൾ 10 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അണ്ടാ, നമ്മളൊരു കാര്യം ഒരു സമയമാകുമ്പോഴത്തേനും അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും എന്ന് പറയാം. അപ്പോൾ ടീച്ചറോടൊക്കെ പറയില്ലേ, ഞാൻ നാളേക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും, നാളേക്ക് ഞാൻ നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും എന്ന് പറയാണ് ഒരു കാര്യം. ഉണ്ടാ, ബൈ ഡിസംബർ ആകുമ്പോഴത്തേനും അയാൾ എത്ര വർഷം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും? ബൈ എന്ന് പറയുമ്പോൾ ഇവിടെ ആകുമ്പോഴേ ഡിസംബർ ആകുമ്പോഴേക്കും ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ്, പൂർത്തിയാക്കിയിട്ടുണ്ടാകും. 10 years, 10 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടാകും കേട്ടാ. അപ്പോൾ അതാണ് വിൽ ഹാവ് കംപ്ലീറ്റഡ്. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഇനി ഫ്യൂച്ചറിലും ഉണ്ട് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പു ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളോ
കേട്ടാ, അപ്പു വിൽ ഹാവ് ബീൻ മേക്കിംഗ് കേക്ക്സ് ഫോർ മെനി ഇയേഴ്സ് ലൈക്ക് ഹിസ് ഫാദർ. അപ്പു അവൻ്റെ അച്ഛനെ പോലെ ഇനി കുറേ വർഷം കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാകും. അപ്പോൾ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി പറഞ്ഞു ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാകും. ഇപ്പോൾ സച്ചിൻ ക്രിക്കറ്റ് സച്ചിൻ 25 കൊല്ലം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സച്ചിൻ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 25 years. ഹാഡ് ബീൻ ആണ്, കാരണം എന്താ, ഇപ്പൊ കളിക്കുന്നില്ല. എന്നാൽ കോഹ്ലി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 10 years. കോഹ്ലി ഇപ്പൊ കളിക്കുന്നുണ്ട്, അപ്പൊ ഹാസ് ബീൻ പ്ലേയിങ് പറഞ്ഞു. ഇനിയിപ്പോ സച്ചിന്റെ മകൻ ഫ്യൂച്ചറാ പറയുന്നത്, അർജുൻ ടെണ്ടുൽക്കർ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ മെനി ഇയേഴ്സ്. ഇനിയുള്ള കുറെ വർഷങ്ങളിൽ സച്ചിന്റെ മകൻ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാകും. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ടെൻസിൻ്റെ വേർബുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായി മനസ്സിലാക്കിയാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും, പഠിക്കാൻ പറ്റും.